ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉഴുന്നും അവലുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം ഉഴുന്ന് 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കുതിർക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചിരുന്ന വെള്ളം ഫുള്ള് അരിച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. കാരണം നമുക്ക് നല്ലതുപോലെ തിക്കായിട്ട് വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ തൈര് വെച്ചിട്ട് തന്നെ നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം 2-3 ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം പോലെ ആയിപ്പോകരുത്, നല്ല തിക്കായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ മിക്സിയിൽ ദോശയ്ക്ക് അരച്ചെടുക്കുമ്പോഴും അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉഴുന്നൊക്കെ അരച്ചെടുക്കുമ്പോഴും എപ്പോഴും നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചൂടായിട്ട് പോവും. അങ്ങനെ വരുമ്പോഴത്തേക്കും ദോശമാവെല്ലാം പെട്ടെന്ന് പുളിച്ചിട്ടും പോവും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുന്നത്. എന്നാൽ ശരി, ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതിപ്പോൾ നല്ലതുപോലെ അരച്ച് മാറ്റിയിട്ടുണ്ട്. ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അത് അരഞ്ഞിട്ട് കിട്ടി. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ അവൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഫസ്റ്റിൽ നമ്മൾ അവൽ ചേർത്ത് കൊടുക്കാതിരുന്നെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഉഴുന്ന് അരച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം എങ്ങാനും കൂടി പോയാൽ ഈ അവൽ ചേർത്തിട്ട് ഒന്നേന്ന് നമ്മൾ വീണ്ടും അരച്ചെടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് തിക്കായിട്ട് കിട്ടിക്കോളും. അതിൻ്റെ പേരിലാണ് നമ്മൾ ഉഴുന്ന് അരച്ച് മാറ്റിയതിന് ശേഷം അവൽ ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 100 ഗ്രാം അവലുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവൽ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ അവൽ നന്നായിട്ട് അരഞ്ഞിട്ട് പോകണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമുക്കൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചിയാണ്. അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇതൊരു ലൈറ്റായിട്ടുള്ള എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് വരെ ചേർക്കണം. പിന്നെ വേണ്ടത് ഒരല്പം കറിവേപ്പിലയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുന്നേ കയ്യിൽ ഒരല്പം വെള്ളം അപ്ലൈ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഓയിലിലേക്ക് ഇടാനായിട്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം കയ്യിൽ ഒരല്പം വെള്ളം തൊട്ടിട്ട് നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എണ്ണയെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ളത് വെള്ളം തന്നെയാണ്. പെട്ടെന്ന് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ഓരോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇച്ചിരി കൂടി വലിയ ബോൾസ് ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയാലും കുഴപ്പമില്ല. ഉഴുന്ന് വട ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ആ ഉഴുന്ന് വടയേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മളുടെ ഈ സ്നാക്സ്. അപ്പോൾ നമ്മളിതിൽ അവലും തൈരും ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതും ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഈ സ്നാക്സ് ഉള്ളത്. തേങ്ങ അരച്ച വെള്ള ചമ്മന്തി വെച്ചിട്ട് കഴിക്കാനാണ് ഇത് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളത്. ഫ്ലെയിം എപ്പോഴും ഒന്ന് മീഡിയത്തിൽ വേണം വെച്ചിരിക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല പെട്ടെന്ന് ഗോൾഡൻ കളറായിട്ട് അകം വേകാതെ കിട്ടും. അതുപോലെ തന്നെ നല്ല ലോ ആയിട്ടും വെക്കരുത്, എങ്കിൽ ചെറുതായിട്ട് ഹാർഡായിട്ട് പോവും. അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത എല്ലാ ചേരുവകളും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ലൈറ്റായിട്ടൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും, ഒരുപാട് കളറാവണ്ട. അതിന് മുന്നേ തന്നെ നമ്മളിത് എടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കി എടുക്കാം.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.